റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് 15/5/2022 ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നേരെ ക്ലാസ്സിലേക്ക് പോകാം. 1. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. തോറിയത്തിൻ്റെ അയിര് ഏത്? മോണോസൈറ്റ്. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. മെർക്കുറിയുടെ അയിര് സിന്നബാർ. മെർക്കുറി, സിന്നബാർ. ചെമ്പ്, മാലക്കൈറ്റ്. ചെമ്പ്, മാലക്കൈറ്റ്. അലുമിനിയം, ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. സിങ്ക്, കലാമിൻ. സിങ്ക്, കലാമിൻ. ലഡ്, ഗലീന. ലഡിൻ്റെ അയിരാണ് ഗലീന. ടൈറ്റാനിയത്തിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഇൽമനൈറ്റ്, റുട്ടൈൽ. ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ് ഇൽമനൈറ്റും റുട്ടൈൽ. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡാണ്. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡ്. 2. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് പാസ്ചറൈസേഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. പശുവിൻ്റെ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനം? 2. പശുവിൻ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത്. ഏറ്റവും കൂടുതൽ ആട്ടിൻപാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ആട്ടിൻപാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. പിങ്ക് നിറമുള്ള പാൽ ഏതിൻ്റേതാണ്? യാക്ക്. പിങ്ക് നിറമുള്ള പാൽ ഏതിൻ്റേതാണ്? യാക്ക്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജലജീവി തിമിംഗലം. തിമിംഗലമാണ് പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജലജീവി. കരയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന. ആനയാണ് കരയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പാലിന് നേരിയ മഞ്ഞനിറം ഉണ്ടാകുന്നത്? കരോട്ടിൻ. എന്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പാലിന് നേരിയ മഞ്ഞനിറം ഉണ്ടാകുന്നത്? കരോട്ടിൻ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ലോക ക്ഷീരദിനം ജൂൺ 1. ലോക ക്ഷീരദിനം ജൂൺ 1. ഇന്ത്യയിൽ പാലുൽപാദനം കൂട്ടാനായി നടത്തിയ സംരംഭമാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇന്ത്യയിൽ പാലുൽപാദനം കൂട്ടാനായി നടത്തിയ സംരംഭം ഓപ്പറേഷൻ ഫ്ലഡ്. 3. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികൾ. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികൾ. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്രന്ഥിയാണ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. പയറുവിത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. പയറുവിത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. മെലാട്ടോണിൻ, സെറാട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. മെലാട്ടോണിൻ, സെറാട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ശരീരത്തിലെ ജലം ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. ശരീരത്തിലെ ജലം ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. 4. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, കെ, ഇ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, കെ, ഇ.
വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ്. വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫംഗ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ബി, സി. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബിയും സിയും. കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ആണ്. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B1. വിറ്റാമിൻ B1 ആണ് തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B2. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B2. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ B3. മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B3. മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B3. ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വിറ്റാമിൻ വിറ്റാമിൻ സി ആണ്. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വിറ്റാമിൻ വിറ്റാമിൻ സി. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വൈറ്റമിനാണ് വിറ്റാമിൻ സി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ, ഹോർമോൺ വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ, ഹോർമോൺ വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ. 5. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം അവതല ദർപ്പണം. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം അവതല ദർപ്പണം. ടോർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ്. ടോർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് കോൺകേവ് ലെൻസ്. മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ്. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണമാണ് യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്നത്. സൂത്രക്കണ്ണാടിയായി ഉപയോഗിക്കുന്നത് സ്പെറിക്കൽ മിറർ. സ്പെറിക്കൽ മിററാണ് സൂത്രക്കണ്ണാടിയായി ഉപയോഗിക്കുന്നത്. വിഭ്രജന ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസാണ് വിഭ്രജന ലെൻസ് എന്നറിയപ്പെടുന്നത്. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത്. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത്. 6. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. പച്ചഗ്രഹം യുറാനസ്. പച്ചഗ്രഹം യുറാനസ്. ഉരുളുന്ന ഗ്രഹം യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. കിടക്കുന്ന ഗ്രഹം എന്നും യുറാനസ് അറിയപ്പെടുന്നു. കിടക്കുന്ന ഗ്രഹം യുറാനസ്. ബാഹ്യഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴം. ബാഹ്യഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴം. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം ബുധൻ. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ബുധൻ. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ബുധൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹമാണ് ശുക്രൻ.
സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ. ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയെ കൂടാതെ ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. പരിക്രമണത്തേക്കാൾ അധിക സമയം ഭ്രമണത്തിനെടുക്കുന്ന ഗ്രഹം ശുക്രൻ. പരിക്രമണത്തേക്കാൾ അധിക സമയം ഭ്രമണത്തിനെടുക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ചൊവ്വ. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബോസ്. ഫോബോസ് ആണ് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ്. ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹം ഫോബോസ്. ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹം ഫോബോസ്. ജോവിയൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴം. ജോവിയൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനി. കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റൻ. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റൻ. യുറാനസിൻ്റെ പച്ചനിറത്തിന് കാരണം മീഥെയ്ൻ. മീഥെയ്നാണ് യുറാനസിൻ്റെ പച്ചനിറത്തിന് കാരണം. നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹം യുറാനസ്. നീലഹരിതവർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ്. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ആദ്യമായി കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം സിറസ്. ആദ്യമായി കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹമാണ് സിറസ്. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയ. ടൈറ്റാനിയയാണ് യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും തണുത്ത ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഭാരം കൂടിയ ഗ്രഹം വ്യാഴം. ഭാരം കൂടിയ ഗ്രഹം വ്യാഴം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. പാമ്പാർ, കബനി, ഭവാനി എന്നിവയാണവ. പാമ്പാർ, കബനി, ഭവാനി എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് പമ്പ നദി. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് പമ്പ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ നദി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ചാലിയാർ. കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.